ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൽ നടന്നത് യഥാർത്ഥത്തിൽ പണിമുടക്കാണോ അതോ ബന്ദാണോ? സത്യത്തില് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ബന്ദികളാക്കുകയാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടില് 1947 മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ സമരം ചെയ്തിട്ടും പോരാടിയിട്ട് നേടിയെടുത്താണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം. പക്ഷെ ഇന്ന് അത് ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമരങ്ങളുണ്ടല്ലോ, അത് ആവശ്യത്തിനും ആവശ്യത്തിലധികവും അനാവശ്യത്തിനും നടക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് നടന്ന പണിമുടക്കെന്ന് പറയുന്നത് വെറും കേരളത്തിൽ ഒരു ഗുണവും ചെയ്യാതെ റവന്യൂ വരുമാനത്തിൽ ഒരുപാട് കുറവ് വരുത്താൻ ഉപകരിക്കുന്ന ഒരു പണിമുടക്കായിട്ട് മാത്രമേ എനിക്കിത് കാണാനുള്ളൂ. ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ അറിവിലേക്ക് ഒരൊറ്റ ചോദ്യം ചോദിക്കാം. ഇന്നും പണിമുടക്കാണ്. ഏകദേശം നമ്മുടെ നാട്ടില് 4.5 ലക്ഷത്തോളം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവർ. അതിൽ പല ട്രേഡ് യൂണിയനിൽപ്പെട്ടവരും NGO യൂണിയനിൽപ്പെട്ട ആളുകളും ഉണ്ട്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. ഞാൻ ഇതിനെ എതിർക്കുക ഹായ് എല്ലാവർക്കും ഞാൻ മറുപടി തരുന്നുണ്ട് കേട്ടോ. ഇതിന് പറഞ്ഞു തീർക്കണം, കാരണം മെമ്മറിയിൽ പോകും. ഇവരിന്ന് ജോലിക്ക് ഹാജരായില്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ശമ്പളം കിട്ടാതിരിക്കുമോ? ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരായിക്കോട്ടെ, ശമ്പളം കിട്ടാതിരിക്കില്ല. മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ ഇത് നഷ്ടമാർക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ബന്ദികളാക്കിയിട്ടുള്ള ഒരുതരം തെണ്ടിത്തരം എന്ന് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. തെണ്ടിത്തരമാണ് ഇത് കാണിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവരുടെ മുദ്രാവാക്യം എന്താ? ഇവർ ഉയർത്തിവിട്ട വാദങ്ങൾ എന്താ? കേന്ദ്ര ജനദ്രോഹ നടപടികൾക്കെതിരെ ഒരുപാട് വിഷയങ്ങൾ ഇവർ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നുണ്ട് അല്ലേ? കേരളത്തിലെ ജനദ്രോഹ നടപടികൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ എന്താ ചെയ്യേണ്ടത്? കേരളത്തിലെ ജനദ്രോഹ നടപടികൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള മറുപടിയും കൂടി ഇവർ പറയണം. ഇവരെന്താ ചെയ്യുന്നത്? ബസ് ഡ്രൈവറെ മർദ്ദിക്കുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്നു, ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുന്നു. ഇവർക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പണിമുടക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പണിമുടക്കുക, ജോലി ഉപേക്ഷിച്ച് പ്രതിഷേധിക്കുക. അതിൽ നിങ്ങൾ എന്നെയും പണി മുടക്കണമെന്ന് തിട്ടൂരം കിട്ടാൻ നിങ്ങൾ ആരാണ്? നീ പണി നിർബന്ധമായി മുടക്കണമെന്ന് പറയാൻ ഈ ബാക്കിയുള്ളവർക്കൊക്കെ ചെല്ലും ചെലവും കൊടുക്കണം നിങ്ങളാണോ? നിങ്ങളെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ മുടക്കിക്കോ. നിങ്ങൾ അനുകൂലിക്കുന്നവർ നിങ്ങളും മുടക്കിക്കോളൂ. ഇന്ത്യയിലുള്ള കേരളം ഒഴികെയുള്ള സംസ്ഥാനത്തിൽ ഒരു രോമത്തിൽ പോലും തട്ടിയിട്ടില്ല ഇവരുടെ ഈ പണിമുടക്ക്. ഒരു രോമത്തിൽ തട്ടിയിട്ടില്ല. കേരളം ഒഴികെയുള്ള ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവർ തള്ളി മറിച്ചിട്ടുണ്ട്. 25 കോടി തൊഴിലാളികൾ സമരം മുടക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ആരെ തൊഴിലാളികൾ? കേരളത്തിലുള്ള 3.5 ലക്ഷം പാർട്ടി മെമ്പർമാരോ, അതോ DYFIക്കാരോ, അതോ SFIക്കാരോ, അതോ CITക്കാരോ? മനസ്സിലായില്ല. ആരെ തൊഴിലാളികൾ? ഇവിടെ തൊഴിൽ മേഖല തന്നെയില്ല. പിന്നെ ആരാ തൊഴിലാളികൾ? ഇവിടെ കേരളത്തിൽ 27 ലക്ഷം ബംഗാളികൾ വന്ന് ജോലി ചെയ്യുന്നു. ആരാ തൊഴിലാളികൾ ഇവിടെ? പറയണം. ഇവർ തൊഴിലാളികൾ എന്ന് പറയുന്നുണ്ടല്ലോ. ഇവർ ആരാ തൊഴിലാളികൾ? കേരളത്തിലെ 27% ചെറുപ്പക്കാർ നാട് വിട്ടുപോയി. 35 വയസ്സിന് ശേഷമുള്ള ചെറുപ്പക്കാർ മുഴുവൻ പ്രവാസികളായി പോയി. പിന്നെ ആരവിടെ തൊഴിലാളികൾ? ബംഗാളികളാണോ ഇവർ ഉദ്ദേശിച്ചത്? ഇവർ ബംഗാളികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സമരം നടത്തിയത്. ഇന്നൊരു മീൻ കടയിൽ പോയിട്ട് അതിനകത്ത് മണ്ണെണ്ണ ഒഴിക്കുന്നു പറഞ്ഞു, സമാധാനമുണ്ട്. തൂറി വെക്കുന്നു പറഞ്ഞില്ലല്ലോ. ഇവര് മണ്ണെണ്ണ ഒഴിക്കുന്ന പറഞ്ഞുള്ളൂ, തൂറി വെക്കുന്നൊന്നും പറഞ്ഞില്ല. അത് ഏറ്റവും വലിയൊരു സമാധാനം. അപ്പോ മനുഷ്യന്റെ ജീവിതത്തെ സ്തംഭിപ്പിക്കാൻ, ബന്ദികളാക്കാൻ ഇവർ കുറച്ച് ആളുകൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കുമെന്നാണ് വിചാരിച്ചു. പക്ഷേ ഓട്ടോ ഡ്രൈവർ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ ആണത്തത്തോട് നെഞ്ചുവിരിഞ്ഞ് എതിർത്ത് സംസാരിക്കുന്ന ഒരു തുടക്കമാണത്. ജനങ്ങൾ വെറുത്തിരിക്കുന്നു. പിന്നെ ഇന്ന് കാണിച്ച ഈ പണിമുടക്കെന്ന് പറഞ്ഞാൽ ഈ ആഭാസം ഉണ്ടല്ലോ, അത് എന്തിനാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? യഥാർത്ഥത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പരാജയം ആരാണ് ഏറ്റുവാങ്ങിയെന്ന് അറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? CPM ആണ്. ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ടിംഗ് ശതമാനം പറയുന്ന CPM നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ വോട്ടിംഗ് ശതമാനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ അതിലേക്ക് വരാം. ഈ പണിമുടക്ക് ചെന്നെത്തിയത് എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇവർ പറയും വോട്ടിംഗ് ശതമാനം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഏറ്റവും വലിയ പരാജയമാണ് ഇവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കാരണം കോൺഗ്രസിന് ഇവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ പോലും
44-43% വോട്ട് വാങ്ങിച്ചിട്ടുള്ള CPM ഇപ്രാവശ്യം 35%-37%-ത്തിലേക്ക് കുറഞ്ഞു. മനസ്സിലായിട്ടുണ്ടോ? പാർട്ടി ചിഹ്നത്തിൽ നിർത്തി വലിയ സംഭവമാണെന്നും പറഞ്ഞ ഒരു എം സ്വരാജിനെ ഞാൻ അംഗീകരിക്കുന്ന വ്യക്തിയാണ്, നല്ലൊരു നേതാവാണ്. പക്ഷെ അദ്ദേഹത്തെ ഒതുക്കാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടും ഇപ്പൊ ശൈലജ ടീച്ചറെ വടകരയെ കൊണ്ട് നിർത്തിയിട്ട് ഒരു ഒതുക്കിയല്ലോ. കേരളത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരിൽ എണ്ണം പറഞ്ഞ നേതാക്കന്മാരിൽ ഒരാളുടെ K. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സഖാവ്. അദ്ദേഹം മന്ത്രിയായിരുന്നു, ഒരു കല്യാണം കഴിച്ചിട്ടില്ല, ഒരു അഴിമതിയുടെ ഒരു നേഴ് പോലും അദ്ദേഹത്തിന്റെ അടുത്തുകൂടെ പോയിട്ടില്ല. അപ്പൊ ജനകീയനായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഒതുക്കുക എന്നുള്ളത് പിണറായിന്റെയും മരുമകന്റെയും ഒരു തന്ത്രമാണ്. പിണറായിന്റെയും മരുമകന്റെയും തന്ത്രമാണ്. ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ, ജനകീയമായിട്ടുള്ള നേതാക്കന്മാരെ ഇവർ ഒതുക്കും. ആരാ ജനകീയമായിട്ടുള്ള നേതാക്കന്മാര്? നമ്മുടെ ശൈലജ ടീച്ചർ ജനങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിത്വമുള്ള ഒരു ടീച്ചറാണ്. അതുപോലെ K. രാധാകൃഷ്ണൻ, എം സ്വരാജ്, ഇവരൊക്കെ ജനകീയന്മാരാണ്. അതിനൊന്നും ഒരു സംശയമില്ല. അട്ടിപരിയിട്ട് വരാ ഇവർ ജനകീയന്മാരാണ്. അപ്പൊ ഇവരെ ഒതുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് K. രാധാകൃഷ്ണനെ കൊണ്ടുപോയി നിർത്തിയിട്ട് ജയിപ്പിക്കല്ലേ ഇവർ ചെയ്തു, തോൽപ്പിക്കുക ചെയ്തിരിക്കുന്നത്. ആലത്തൂരൊക്കെ എന്റെ നാടാണ് ആലത്തൂർ. അവിടെയൊക്കെ CPM-ന്റെ കൊടി ഒരു കോലില് ചേല ചുറ്റി നിർത്തിക്കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലമാണ് അതൊക്കെ. 2 ലക്ഷം വോട്ടാണ് BJP കൊണ്ടുവരിക്കുന്നത്. ഞാൻ എന്താ ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് കണക്കിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുതരാം. അവിടെ കോൺഗ്രസിന് വോട്ട് ചോർന്നിട്ടില്ല, ചോർന്നത് CPM-ന്റെ വോട്ടാണ് BJP-യിലേക്ക്. അതുപോലെ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചു, CPM വിജയിച്ചു, ശരിയാണ്. പക്ഷെ നിങ്ങളത്തെ അവിടുത്തെ വോട്ടിംഗ് ശതമാനം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതുപോലെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ CPM ഇന്നുവരെ വോട്ടിംഗ് ശതമാനം പറഞ്ഞിട്ടില്ല. അവർ സാധാരണ എപ്പോഴും വോട്ടിംഗ് ശതമാനത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് നിലമ്പൂർ ഏതെങ്കിലും ഒന്നും കാണിച്ചു നിങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം 35% താന്നു, ഉള്ള വോട്ടും പോയി കിട്ടി. CPM-ന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുണ്ടല്ലോ, അതുപോലും പോയി കിട്ടി. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ജനങ്ങള്, അതാണ് ഞാൻ പറഞ്ഞത്, ജനകീയനായിട്ടുള്ള നേതാക്കന്മാരെ ഒതുക്കാൻ വേണ്ടി അവരെ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ കൊടുത്തിട്ട് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവും, അവിടെ ഇന്ന സ്ഥാനാർത്ഥിയെ ജയിക്കുള്ളൂ എന്നുള്ളത് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട്. അത് കേന്ദ്രത്തിലാണെങ്കിൽ സംസ്ഥാനത്തിൽ സമർപ്പിക്കും. അവർക്കറിയാം അവിടെ ആര് ജയിക്കുന്നുള്ളത്. എന്നിട്ട് അവിടെ മത്സരിക്കാതിരിക്കുന്നോ? മത്സരിക്കും. അതൊരു ജനാധിപത്യ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കും. അത് അങ്ങനെ ഇവർക്ക് റിപ്പോർട്ട് കിട്ടിയിട്ട് പോലും എം സ്വരാജിനെ അവിടെ കൊണ്ട് നിർത്തിയതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്. ഒന്ന് വർഗീയത തന്നെയാണ്. മനസ്സിലായിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങൾ പറയാ, ഒരു തെളിവ് നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾ പറഞ്ഞു ഞാൻ മറുപടി പറയാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പില് ജമാഅത്ത് ഇസ്ലാമി SDPI എന്നല്ലാതെ RSS-നെതിരെയും BJP-ക്കെതിരെ ഈ CPM-ന്റെ നേതാക്കന്മാർ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒന്ന് കാണിച്ചു തരാൻ പറ്റും? നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു ബൈറ്റ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് എനിക്ക് PM-ൽ ഇട്ടുക. പറഞ്ഞിട്ടില്ല. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ഞാൻ വീണ്ടും പറഞ്ഞവരാണ്, ജനകീയമായിട്ടുള്ള നേതാക്കന്മാരെ അവർ ഒതുക്കണം. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അദ്ദേഹം നയിക്കുകയായിരിക്കും, ചിലപ്പോൾ മുഖ്യമന്ത്രി ആവില്ല. അവിടെ 2ാം സ്ഥാനക്കാരനെ പ്രതിഷ്ഠിക്കണം, അത് മരുമോനെ ആയിരിക്കണം. അപ്പൊ അങ്ങനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് മരുമോന്റെ ഏറാമൂളിയായിട്ടുള്ള ഒരാളെ വേണം അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ. മനസ്സിലായോ? അവിടെ ശൈലജ ടീച്ചർ പറ്റില്ല, രാധാകൃഷ്ണൻ പറ്റില്ല. പ്രതികരിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ജനകീയമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരെയൊക്കെ ഒതുക്കാൻ വേണ്ടി തന്നെയാണ് ആദ്യം മറ്റാളെ ഡൽഹിക്ക് പറഞ്ഞയച്ചു. ഇനി കഴിഞ്ഞു, ഇനി സംസ്ഥാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ഡൽഹിയുമായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി AKG സെന്റർ അവിടെ പാർട്ടി ഓഫീസ് അതും അങ്ങനെ പ്രവർത്തിച്ച് അങ്ങനെ പോകും. കേരളത്തിലെ ആൾക്ക് ഇനി സ്കോപ്പില്ല. പിന്നെ ശൈലജ ടീച്ചറിനെ വടകരയെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 67% ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് വടകര എന്ന് പറയുന്നത്. അവിടെ 27% മുസ്ലിങ്ങളുള്ളൂ. ആ വടകര എന്ന് പറയുന്ന സ്ഥലത്ത് വർഗീയത പറഞ്ഞിട്ടാണ് ഇവർ വോട്ട് പിടിച്ചത്. വികസനം പറഞ്ഞിട്ടില്ല, വർഗീയത പറഞ്ഞിട്ട്. മനസ്സിലായോ? കാഫർ വിവാദം എടുത്തു വിട്ടു, മോർഫിംഗ് വീഡിയോ കഥകൾ പുറത്തു വിട്ടു. അങ്ങനെ ജനകീയമായിട്ട് പറയേണ്ട കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് വർഗീയത പറഞ്ഞിട്ടും വിഭജനം ഉണ്ടാക്കിക്കൊണ്ടും മതസ്പർദ്ധ വളർത്തിക്കൊണ്ടും വോട്ട് പിടിക്കാനുള്ള തന്ത്രത്തിലൂടെ ആ ടീച്ചറിന്റെ വിലനില്ലാണ്ടായി. അപ്പോൾ യഥാർത്ഥത്തില് ജനകീയമായിട്ടുള്ള നേതാക്കന്മാരെ മുഴുവൻ പേര് അകറ്റി നിർത്തിക്കൊണ്ട് മുഹമ്മദ് റിയാസിനെ 2ാം സ്ഥാനക്കാരനാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ആര് വരുന്നോ അവരെ റിയാസിന്റെയും പിണറായി വിജയന്റെയും ഏറാമൂളിയാക്കി മാറ്റുക എന്നുള്ളതാണ്. യഥാർത്ഥ സഖാക്കളെ വെട്ടി നിർത്തുകയാണ്. കാരണം ജനരോഷം ഈ സർക്കാരിനെതിരാണ്. ഗ്രൗണ്ട്
റിയാലിറ്റി മനസ്സിലാക്കുക വേണം. ഇവർ എന്ത് കോപ്രായം കാണിച്ചാലും ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. കേരളത്തിലെ ജനങ്ങളിൽ ഇന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ പോലും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ പോലും പറയും ഈ ഭരണം ഈ നാട്ടിൽ വേണ്ട എന്ന് പറയും. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് കാണിച്ചിട്ടുള്ള കോപ്രായം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാർ ഓഫീസിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുക, പോലീസുകാരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുക. എത്ര ബാലിശമായിട്ടുള്ള സമരരീതിയാണ് ഇവർ ചെയ്യണമെന്ന് ആലോചിച്ച് നോക്ക്. ഈ പണിമുടക്ക് ബന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ബന്ദ് ഓക്കെ അംഗീകരിക്കാം. ഒരു പണിമുടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവന് പണിയെടുക്കുക, അല്ലാത്തവന് പണിയെടുക്കണ്ട. എന്റെ അടുത്ത് വന്ന് പണിയെടുക്കണ്ട എന്ന് പറയുമ്പോൾ ആരാ അധികാരം കൊടുത്തിരിക്കുന്നത്? ഇവിടെ ജനാധിപത്യ രാജ്യമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ സമരം ചെയ്ത രീതി വേറെയാണ്. പക്ഷെ ഇവർക്കെതിരെ അങ്ങനെ സമരം ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇവർ വേണ്ടെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലൂടെ വേറെ മാറ്റിയെടുക്കും. അതാണ് നമ്മുടെ രാജ്യത്തിലെ നിയമവ്യവസ്ഥ. ഇത് സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ കാണിച്ചത് വെറും ഒരു എന്താ പറയാ, നമ്മള് ചാണക്യന്റെ ഒരു ഇതിൽ വായിച്ചിട്ട് അതിർത്തിയിൽ മറ്റേ രാജ്യത്തിലെ ജനങ്ങൾ ഭരണത്തിനെതിരെ തിരിയുന്ന സമയത്ത് അതിർത്തിയിൽ പ്രശ്നമുണ്ടാക്കുന്നു പറഞ്ഞ് ചാണക്യന്റെ വരികളെ ഞാൻ കടമെടുത്തുകൊണ്ട് പറയട്ടെ. നാട്ടിലെ ജനങ്ങള് ഗ്രൗണ്ട് റിയാലിറ്റി സപ്പോർട്ട് നമുക്കല്ല എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് നാട്ടിനകത്ത് കലാപം സൃഷ്ടിച്ചുകൊണ്ടും നാട്ടിനകത്ത് കേന്ദ്രത്തിന് നെഞ്ചത്ത് കൊണ്ടുപോയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ കൂടിയിട്ട് ഞാൻ ചോദിക്കട്ടെ, 50 പൈസ പെട്രോളിനും ഡീസലിനും വില കൂട്ടിക്കഴിഞ്ഞാല് ദേശീയപാത ഉപരോധിക്കുന്ന ഡിവൈഎഫ്ഐ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ എത്ര പ്രാവശ്യം ഡീസലിനും പെട്രോളിനും വില കൂട്ടിയില്ലേ? ഒരു ദിവസം ഇവർ ഉപരോധിച്ചിട്ടുണ്ടോ? ഒരു ദിവസം ഇല്ല. കാരണം ഇവര് ആന തള്ളുന്ന കണ്ടിട്ട് അണ്ണാൻ തള്ളിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ത്യ ഭരിക്കുന്നത് BJP എന്നൊരു പാർട്ടിയാണ്. കേരളം ഒഴികെയുള്ള മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളും, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, മറ്റുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. അവർക്ക് ആർക്കും ഹർത്താൽ നടത്തണ്ട. അവർക്ക് ആർക്കും അവർക്ക് ആർക്കും കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കണം. അവരൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷെ നാട്ടിലെ റവന്യൂ ഇൻകം ഇല്ലാതാക്കിക്കൊണ്ടല്ല അവർ പ്രതിഷേധിക്കുന്നത്. അവിടെയാണ് അന്തംഗമ്യങ്ങളെന്ന് വിര പൊളിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തെ ഈ പണിമുടക്കൊണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന റവന്യൂ ഇൻകം എത്ര എന്നുള്ളത് അത് നിങ്ങളുടെ എന്റെ തലയ്ക്കാണ് വരുന്നത്. അല്ലാണ്ട് ഇപ്പന്മാരിന്ന് തറവാട്ട് മുതൽ എടുത്തു പോണില്ല. മനസ്സിലായിട്ടുണ്ടോ? ഇന്ന് ജോലിക്ക് ഹാജരാകാതെ നിന്നിട്ടുള്ള സകല നാറികളും റവന്യൂ സ്റ്റാമ്പ് പൊട്ടിച്ച് ശമ്പളം മേടിക്കും. ഇന്നത്തെ ദിവസത്തിന്റെ അടക്കം പണിമുടക്കാതിരുന്ന നമ്മളാണ് പൊട്ടന്മാര്. മനസ്സിലായിട്ടുണ്ടോ? നമ്മളാണ് പൊട്ടന്മാര്. ഇന്നൊരു ഓട്ടക്കാരൻ ചോദിച്ച ചോദ്യം കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ചോദിക്കണം ഇവർക്കെതിരായിട്ട്, നിങ്ങൾ സമരം ചെയ്ത് എന്ത് നേടി? ഇവിടെ എന്ത് നേടി എന്ന് ചോദിക്കണം. കേന്ദ്രത്തിനെതിരെ സമരം, കേരളം എന്ന് പറഞ്ഞ കേന്ദ്രത്തിലെ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം മാത്രമാണ് അല്ലേ? ഇത്രയും സംസ്ഥാനത്തിലുള്ളവർക്കും ഒരു ഹർത്താലും ഇല്ല, ബന്ധുവില്ല, സമരമില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. കേരളത്തിലുള്ളവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. കേരളത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി എവിടെ തൊഴിലാളി? ഇവിടെ കേരളത്തിൽ 27 ലക്ഷം ബംഗാളികളാണുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനത്തുള്ള തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള ചെറുപ്പക്കാർ മുഴുവൻ പ്രവാസികളായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനുമായിട്ട് പോയി. ഈ നാട്ടിൽ ആരും ഇല്ലപ്പോ. പിന്നെ ആരും ഇവിടെ തൊഴിലാളി? ഇവര് ഇപ്പന്മാര് നന്നാക്കാൻ നടക്കണ്ടില്ല തൊഴിലാളികളാണ്. ഇവിടെ ആരാ തൊഴിലാളി? ബംഗാളികളാണ്. ഇവിടെ ഉള്ളത് ബംഗാളികളാണ് തൊഴിലാളികൾ. മനസ്സിലായിട്ടാ? പിന്നെ രാഷ്ട്രീയ തൊഴിലാളികളുണ്ട്. പണിയും കൂലിയും ഒന്നുമില്ലാണ്ട് ഇതേപോലെ നാട്ടിലുള്ളവന്റെ കൊന്നയ്ക്ക് പിടിക്കാനും തോളിൽ പിടിക്കാനും ചവിട്ടാനും തുപ്പാനും നടക്കുന്ന കുറെ തൊഴിലാളികളുണ്ട്. രാഷ്ട്രീയ തൊഴിലാളികൾ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മൂടും താങ്ങി നടന്ന അതിലൂടെ എന്തെങ്കിലുമൊക്കെ വർക്ക് കിട്ടുമോ, എന്തെങ്കിലും പണി കിട്ടുമോ, എന്തെങ്കിലും പറ്റിച്ചുണ്ടാക്കാനുള്ള വഴി കിട്ടുമോ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ രാഷ്ട്രീയ തൊഴിലാളികളുണ്ട്. അവരൊക്കെ ഉള്ളൂ ഈ നാട്ടില്. അല്ലാതെ ഈ നാട്ടിൽ തൊഴിലാളി, കേരളത്തിൽ തൊഴിലാളി പറയാനൊന്നുമില്ല. കേരളത്തിൽ ഇന്ത്യയിലുള്ള ഇത്രയും സംസ്ഥാനത്തുള്ള തൊട്ടടുത്ത് കിടക്കുന്നില്ല കേന്ദ്രത്തിനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കുന്ന സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ പോലും ഹർത്താൽ സമരം അവിടെ ഒന്നും ഏറ്റിട്ടില്ല. എല്ലാം സാധാരണ രീതിയിൽ അവിടെ നടന്നിട്ടുണ്ട്. അവിടെയുണ്ടല്ലോ CIT തൊഴിലാളി നേതാക്കന്മാര് പോയി സമരം ചെയ്യാൻ പറയും. കുണ്ടിയിൽ വെടിവെക്കും. അവിടെ കുണ്ടിയിൽ വെടിവെച്ചു പോലും അവരവിടെ. മനസ്സിലായിട്ടുണ്ടോ? ഈ തോന്നിയാസം ഈ കേരളത്തിൽ നടക്കുള്ളൂ. കാസർഗോഡ് ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ചോദിച്ച ചോദ്യത്തിൽ അയാൾക്ക് നല്ലൊരു സല്യൂട്ട് കൊടുക്കണം. കാരണം എന്താ അറിയോ? ഉപ്പും ചോറും നിന്നവർ ചോദിക്കും, തീട്ടം നിന്നവർ ചോദിക്കില്ല, പ്രതികരിക്കില്ല. മനസ്സിലായിട്ടുണ്ടോ? തീട്ടം നിന്നവർ പ്രതികരിക്കില്ല. ഉപ്പും ചോറും നിന്നവരും ചോദിക്കും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ എന്റെ മക്കൾക്ക് അന്നം കൊടുക്കണം, ഇത് കിട്ടിയിട്ട് എനിക്ക് ഈ അന്നം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അധ്വാനശീലമുള്ളവനുണ്ടല്ലോ, അധ്വാനിക്കുന്നവൻ. അല്ലാതെ ഈ കക്ഷത്തെ ഡയറിയും വെച്ചിട്ട് കണ്ടവന്റെ പോക്കറ്റിലെ പണം എടുത്തിട്ട് നക്കി തിന്നാൻ നടക്കുന്നവനല്ല. അധ്വാനിക്കുന്നവൻ പ്രതികരിക്കും, ജോലി എടുക്കുന്നവൻ പ്രതികരിക്കും, കുടുംബമുള്ളവൻ പ്രതികരിക്കും, സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവൻ പ്രതികരിക്കും. ഇത് ഒന്നിനോടും പ്രതിബദ്ധതയില്ലാതെ ദീപസ്തംഭം മഹാചരി എനിക്കും കിട്ടണം പണം, എവന്റെ പിന്നാലെ നടന്നിട്ടാണ് എവന്റെ ഇതാക്കിയിട്ടാണ് എനിക്ക് കിട്ടണം പണം പറഞ്ഞ് നടക്കണവൻ കൊന്നയ്ക്ക് പിടിക്കാനും തല്ലാനും ഇതിനൊക്കെ നടക്കുള്ളൂ. മനസ്സിലായിട്ടോ? പണ്ടത്തെ പോലെ എന്നാ നിങ്ങൾ തല്ലാനും പിടിക്കാനും നടക്കില്ല കേട്ടോ. വേറെ ഡ്രൈവർ ഓട്ടോ ഡ്രൈവറുടെ അടുത്ത് പോയിട്ട് നീ കഞ്ചാവാണെന്ന് ചോദിച്ചിട്ട് അവന് കുടലിൽ പിടിക്കാൻ പറ്റും, പള്ളക്ക് കയറ്റും, ഒരു രക്തസാക്ഷിനെ സൃഷ്ടിക്കേണ്ടി വരും. പിന്നെ പണ്ടത്തെ പിള്ളേരല്ലേ ഇപ്പൊ പിള്ളേർക്ക് പണ്ടത്തെ പോലെ ഇപ്പൊ ഏതെങ്കിലും പാർട്ടികളുടെ യോഗം നടക്കുന്ന സമയത്ത് ചെറുപ്പക്കാരെ അതിന് മുന്നിൽ കണ്ടിട്ടുണ്ടോ? അണ്ണ കടിച്ചതും വാടിപ്പഴുത്തതും അങ്ങനെയുള്ള കുറെ കെൾഡുകൾ വന്നിങ്ങനെ ഇരിക്കും മുമ്പിൽ.
നോക്കിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിന്റെ ഏത് പാർട്ടി ആയിക്കോട്ടെ പരിപാടികൾക്ക് പണ്ടത്തെ പോലെ ചെറുപ്പക്കാർ പിള്ളേരൊന്നും പോയിട്ട് ഇരിക്കില്ല. ഒരു 4 ചേരട്ടിനും 4 ചേരന മുതൽ കാലിന് മുകളിൽ കാലും മറിഞ്ഞിട്ട് ഒരു 4 കള്ളുകൾ വന്നിരിക്കും. അല്ലാതെ ചെറുപ്പക്കാർക്കൊന്നും ഇപ്പൊ ഇതിനോട് താല്പര്യമൊന്നുമില്ല. അവർക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ വളർച്ചയോട് കൂടിയിട്ട് ഏതൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യണം, ആരെ നമ്മൾ കൂടെ നിർത്തണം എന്നുള്ള ചിന്തിക്കാനുള്ള ബോധം ഇന്ന് 1ാം ക്ലാസ് തൊട്ടിട്ട് കുട്ടികൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ ഓൺലൈനിൽ കൂടെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് മനസ്സിലായിട്ടുണ്ടോ? ഇവര് പണ്ട് അന്ത്യപാതിരയ്ക്ക് വളക്കം കൊളുത്തി വെച്ച് കുറെ വീട്ടുകാരെ കൂട്ടിയിരുന്നിട്ട് ദേശാഭിമാനിയിൽ വരുന്ന വാർത്ത അങ്ങനെ വിളമ്പി കൊടുത്തിട്ട് അവര് തലയിൽ കുത്തി വെച്ചിട്ട് ഇതാണ് സത്യമെന്ന് പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടമില്ലേ? അതൊക്കെ പോയി എന്നോ പോയി. ഇന്ന് കുട്ടികൾ പാല് കുടിക്കുന്ന കുട്ടികളടക്കം എന്താ ചെയ്യേണ്ടത്, യൂട്യൂബിൽ കയറി എന്താ കാണണമെന്നുള്ള അവർക്ക് നല്ലപോലെ അറിയാം. ഇവര് പറയുന്ന നുണകളൊന്നും ഇനി ഏൽക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വേണ്ടി ചുമരെഴുതാനും വാൾ പോസ്റ്റ് ഒട്ടിക്കാനും തോരണം കെട്ടാനും ബംഗാളികളെ വിളിക്കേണ്ടി വരുന്നത്. ഞങ്ങളൊക്കെ പാർട്ടിയിൽ പണിയെടുക്കുന്ന സമയത്ത് പാർട്ടിയോടുള്ള സ്നേഹവും കൂറും കൊണ്ട് രാവും പകലും കൊടി കെട്ടാനും തോരണം കെട്ടാനും ചുമരെഴുതാനും നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളുടെ നന്മയ്ക്കുള്ളതായിരിക്കണം. തെരഞ്ഞെടുക്കുന്ന ഒരു നേതാവ് മനസാക്ഷിയുള്ളവനായിരിക്കണം. അല്ലാണ്ട് ഒരു പണി മുടക്കിയില്ല എന്ന് പറഞ്ഞ് കൊന്നയ്ക്ക് പിടിക്കുന്നവനായിരിക്കരുത് നേതാവ്. അവൻ മനസാക്ഷിയുള്ളവനായിരിക്കണം. കൂടെ നിൽക്കുന്നവന്റെ വേദന എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സുള്ളവനായിരിക്കണം. മുണ്ടും എടുത്തു കുത്തിക്കൊണ്ട് കണ്ടവന് നെഞ്ചത്ത് കാലെടുത്ത് വെച്ച് നടക്കാന്ന് പറയുന്നത് നേതാവല്ല, അവൻ ഗുണ്ടയാണ്. അവന് ഗുണ്ടയായി തന്നെ കാണണം. മനസ്സിലായിട്ടുണ്ടോ? പ്രതികരിക്കും ജനങ്ങൾ. ഇപ്പൊ പ്രതികരിച്ച് തുടങ്ങിയില്ലേ? ഒരു ബസ് ഡ്രൈവർ പറഞ്ഞു, KSRTC ബസ് ഡ്രൈവർ കണ്ടില്ലേ, എനിക്ക് ഇത്ര ദൂരം ഓടിച്ചു കൊണ്ടുവരാമെന്ന് എനിക്ക് ഒതുക്കാൻ അറിയാം, എനിക്കിത് പറഞ്ഞു തരേണ്ടത് പറഞ്ഞു കണ്ടില്ലേ? അതുപോലെ പ്രതികരിക്കും ജനങ്ങൾ. നമ്മള് പണ്ടത്തെ കാലത്തല്ല. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം പോലത്തെ ഒരു പത്രം വരും. ഈ പത്രം വായിച്ചിട്ട് അത് ദേശാഭിമാനി പത്രം വായിക്കുന്നവൻ തലയ്ക്കൊന്നും വിവരമില്ല എന്നുള്ള എന്റെ മനസ്സിലാവും. കാരണം അവർക്ക് ഒരു ദേശാഭിമാനി ഒരു ഫോട്ടോ നീ വന്ന് നോക്കിയോ, ഫ്രണ്ടിൽ വരുന്ന ഫോട്ടോ ഏതെങ്കിലും TV സ്നാപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഫോട്ടോ എടുത്തിടുക. ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇതുപോലും ഇല്ലാത്ത സംവിധാനം പോലും ഇല്ലാത്ത ഒരു പത്രം ആണ് അവര്. മനസ്സിലായിട്ടുണ്ടോ? ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് കാലഘട്ടം മാറിയതിനനുസരിച്ച് ഇന്ന് എല്ലാം ഒരു ക്ലിക്കിൽ നമ്മുടെ അവിടെ നടക്കുന്നത്. ഇപ്പോൾ ലോകത്ത് ഏത് മൂലയ്ക്ക് നടക്കുന്നത് ഒരു ക്ലിക്കിൽ നമ്മുടെ സെക്കൻഡോട് നമ്മുടെ മൊബൈലിലൊക്കെ കാണുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. പണ്ട് ഈ നുണപ്രചരണങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ട് ഇല്ലാത്ത നുണയെ സത്യമാണെന്ന് പറയിപ്പിക്കുന്ന ഒരു തന്ത്രമുണ്ട് ഇവർക്ക്. ഇല്ലാത്ത കാര്യത്തെ സത്യമാണെന്ന് പ്രചരിപ്പിക്കുന്നത്. ആ തന്ത്രം എന്തെങ്കിലെന്നറിയോ? ഇവര് ഒരു ലോക്കൽ കമ്മിറ്റി കൂടി തീരുമാനിക്കും, ഒരു വിഷയത്തെക്കുറിച്ച് തീരുമാനിക്കും. പിന്നെ എന്നെ കുറിച്ച് ഒരു അപവാദം പറഞ്ഞു വരുത്തണം, അല്ലെങ്കിൽ ഇവൻ ആള് ശരിയല്ല എന്ന് പറഞ്ഞു വരുത്തണമെങ്കിൽ ഇവർ ലോക്കൽ കമ്മിറ്റി കൂടിയിട്ട് ബാബു ആള് ശരിയല്ല എന്നുള്ളത് നമുക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. അവൻ വളർന്നു വരുന്ന ഒരു നേതാവാണ്. പണ്ട് നമ്മൾ സന്ദേശ സിനിമയിൽ കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവരുടെ തന്ത്രം. എന്നിട്ട് ഇവര് ഓരോ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് ഓരോ കത്ത് കൊടുത്തയക്കും. BMS മെമ്പറോ CIT മെമ്പറോ INDC മെമ്പറോ ആരെന്നുള്ളതല്ല ഇവിടെ തൊഴിലെടുക്കുന്നവനെ തൊഴിൽ നീ എടുക്കരുതെന്ന് പറയാൻ ഇവർക്ക് എന്താണ് അവകാശം? അതാണ് എന്റെ ചോദ്യം. പണിമുടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിത പണിമുടക്കുന്ന എഴുതിയിട്ടില്ല ഇവര്? ഉണ്ടോ? നിർബന്ധിത പണിമുടക്കിൽ കയ്യും കാര്യം പെട്ടുന്ന വിധം എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ പറഞ്ഞു മനസ്സിലായ നിങ്ങൾക്ക് നിർബന്ധിച്ചിട്ട് ഇവിടെ ആരെയും നിങ്ങൾ ഇന്നത് ചെയ്യാൻ പാടില്ല. ഒരു ഓട്ടോറിക്ഷക്കാരുടെ നീ എന്താ നിർത്തി കിടന്നുറങ്ങണം എന്നാണ് ചോദിച്ചത് അല്ലേ? വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇവന്മാരാണ് അവനെ ഉറങ്ങാൻ തീരുമാനിക്കും. അവൻ റോഡിൽ പായ വിരിച്ച് കിടന്നുറങ്ങും. ഇപ്പൊ എന്റെ തറവാട്ട് മുതലൊന്നുമല്ലോ. കേരളം ഇവർക്ക് ആർക്കും പതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. റോഡിൽ കിടന്നുറങ്ങണ്ട, നീ സൈഡാക്കി നിർത്തി കിടന്നുറങ്ങണ്ടെന്ന് പറയാൻ. അല്ലെങ്കിൽ ഇവന്റെയൊക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പറ്റുമോ? താലിബാനും IS തീവ്രവാദികളും അവരെക്കാളും മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. തിട്ടൂരം, നീ എന്തിനാ റോട്ടിൽ കിടന്നുറങ്ങണമെന്ന് എനിക്ക് വേറെ സ്ഥലമില്ലേന്ന് ആ ഓട്ടോ ഡ്രൈവറോട് ചോദിക്കുകയാണ്. അപ്പൊ വേറെ പറഞ്ഞു നമുക്ക് അഞ്ചാവായിരിക്കുന്നു. അവനറിയാം നീ തപ്പിയെടുക്കടാ, നീ എടുക്കണേ തപ്പിയെടുക്കണത്. ഒരുത്ത നെഞ്ചു വിരിച്ച് നിന്നാ ചോർന്നൊരിച്ചു പോകണമാണ് ഇവന്റെയൊക്കെ വീര്യം. മനസ്സിലായിട്ടുണ്ടോ? നല്ല വീര്യമുള്ള സഹാക്കളൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവരിതുപോലെ ദ്രോഹിച്ചിട്ടില്ല, തല്ലിയിട്ടില്ല, കൊന്നിട്ടില്ല ആരെയും. മനസ്സിലായിട്ടുണ്ടോ? സമരങ്ങളും ഹർത്താലുകളൊക്കെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് കണ്ടത് ഒരുതരം ആഭാസം. അതെന്താണ് ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഇപ്പൊ സർക്കാരിനെതിരാണ്. ഈ സർക്കാരിന് എതിരായിട്ടുള്ള കാര്യങ്ങളെ മാറ്റിമറിച്ച് ഇവിടെ ഒരു പുതിയൊരു നരേറ്റീവ് സൃഷ്ടിക്കണം. ഒരു നരേറ്റീവ് സൃഷ്ടിക്കണം അവർക്ക്. അത് സൃഷ്ടിക്കണം. ഞാൻ നേരത്തെ അതാ പറഞ്ഞത്, എന്നെ മോശക്കാരനാക്കണം അല്ലെങ്കിൽ വേറൊരാളെ മോശക്കാരനാക്കണമെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി കൂടിയിട്ട് ഇവരുടെ കീഴിൽ ഒരു 15 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ 15 ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് ഒരു കത്ത് കൊടുക്കും. ഇന്ന പോലെ ബാബുവിനെ കുറിച്ചായിരിക്കും ഈ ആഴ്ച നിങ്ങൾ മൊത്തം പ്രചരിപ്പിക്കേണ്ടത്. ആ കൊടുത്തു കഴിഞ്ഞാൽ ഈ 15 ബ്രാഞ്ചിലുള്ളവർ ഒരു ബ്രാഞ്ചിൽ 15 മെമ്പർ ഉണ്ടാവും. അങ്ങനെ 225 പേര് സമൂഹത്തിൽ ഇറങ്ങി നടന്ന് പ്രചരിപ്പിച്ചാൽ ഒരു നുണയെ സത്യമാക്കി മാറ്റാൻ കഴിയും. അത് ചെറിയൊരു ഉദാഹരണമുള്ളൂ. ഒരു 10 പേര് കൂടിയിരിക്കുമ്പോൾ ഞാൻ ഒരു ആടും കൊണ്ട് നടന്നു പോകുമ്പോൾ എത്ര പട്ടിയും കൊണ്ട് പോകണമെങ്കിൽ പട്ടിയെ പിടിച്ചിട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിന്ന് സംശയിപ്പോവും ഇത് പട്ടിയാണോ പാടാണെന്നുള്ളത്. അതിന് ആട്ടിനെ പട്ടിയാക്കും ആട്ടിനെ ഇവര് പട്ടിയാക്കും. സംശയം എന്താണ്? നമ്മളിപ്പോ ഒരു ആട്ടിൻകുട്ടിനെയും പിടിച്ച് നമ്മുടെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത്
അവിടെ ഇരിക്കുന്ന 10 ആളുകളും കൂടിയിട്ട് നീ എന്താ ഈ പട്ടിക്കുട്ടിനെ കൊണ്ട് എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊണ്ടുപോകണം എനിക്ക് സംശയം ഇത് പട്ടിയാണ് ആടാണെന്നുള്ളത്. അങ്ങനെ ആക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. കാരണം ഇവരുടെ കേഡർ സംവിധാനം അങ്ങനെയാണ്. മനസ്സിലായിട്ടുണ്ടോ? അത് മാറും, മാറ്റപ്പെടും. എങ്ങനെയാ മാറ്റപ്പെടുക? അവർക്കുള്ളിൽ തന്നെ വിവരമുള്ള ആളുകൾ മുഴുവൻ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ചേക്കേറും. കാലഘട്ടത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ തുടർന്ന് വരുന്ന ഈ നയങ്ങൾ മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിന്റെ വികസനം ഉണ്ടാവില്ല. അപ്പൊ വികസനമുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് നാട്ടിനൊരു വികസനം മുഖം ഉണ്ടാക്കുമല്ലോ. അതുണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്ന് ആളുകൾ പോവും. അത് തന്നെയാണ് ത്രിപുരയിൽ സംഭവിച്ചത്. പശ്ചിമ ബംഗാളിൽ എന്താ സംഭവിച്ചെന്നറിയോ? ഇവര് ഇപ്പോ കോൺഗ്രസ് പാർട്ടി ഇപ്പോ ടീച്ചർക്കെതിരെ വീണ ജോർജിനെതിരായിട്ട് ഇപ്പൊ സമരം പ്രഖ്യാപിച്ചപ്പോ ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാർ രംഗത്തിറങ്ങും, ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് പറഞ്ഞു. ഇവിടെ തടയാനോ ഇവിടെ ഒരു കരിങ്കൊടി കാണിക്കാനോ മന്ത്രിയെ തടയാനോ അവകാശമില്ല. ഈ മന്ത്രിയെ തടയലും മന്ത്രിക്ക് കരിങ്കൊടി കാണിക്കുന്ന സമ്പ്രദായം ആദ്യം തുടങ്ങി വെച്ചാരാന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? അത് ഈ CPM ആണ് ഇവിടെ തുടങ്ങി വെച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തലയെറിഞ്ഞ് പൊട്ടിച്ചവരാണ് ഇവർ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തലയെറിഞ്ഞ് പൊട്ടിച്ചവരാണ് ഇവർ. ഒരു മുഖ്യമന്ത്രിയുടെ ഇവരാണ് പറയുന്നത് നിങ്ങൾ തടഞ്ഞു നോക്കി ഞങ്ങളുടെ ചെറുപ്പക്കാരൻ്റെ തടയാനെന്ന്. ഇത് തന്നെയാണ് സിംഗൂരിൽ സംഭവിച്ചത്. അറിയാം നിങ്ങൾക്ക്? സിംഗൂർ അറിയാം? പശ്ചിമ ബംഗാളിൽ ഒരു ടാറ്റിന്റെ പ്ലാന്റ് വന്നോടെ അവിടുത്തെ സർക്കാർ ഒരു ടാറ്റിന്റെ പ്ലാന്റ് കൊണ്ടുവന്നു. ആ പ്ലാന്റ് കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് അവിടെ ജനരോഷം എരമ്പി. കാരണം വികസനം വരുന്നത് ഇവർക്ക് ഇഷ്ടമല്ലല്ലോ. കാരണം ആൾക്കാർ പണിക്ക് പോകും. പണിക്ക് പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഇവർക്ക് ഈങ്കില വിളിക്കാൻ ആളിനെ കിട്ടില്ല, ഇവർക്ക് തറയോഗം വിളിക്കാൻ ആളിനെ കിട്ടില്ല, ഇവർക്ക് വാൾ പോസ്റ്റ് ഇട്ടാൻ ആളിനെ കിട്ടില്ല. കാരണം അവർക്ക് തൊഴിലായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് അണികളെ കിട്ടില്ല അവർക്ക്. അപ്പൊ അവിടെ തൊഴിൽശാല വരരുത്. അതിനെതിരെ സമരം നടക്കുകയായിരുന്നു. അവിടെ സമരം നടത്തുന്ന സമയത്ത് ഇവര് എന്താ ചെയ്തെന്നറിയോ? അന്ന് അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ പറഞ്ഞ ചെറിയൊരു തിരുത്തുണ്ടോ? അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവര് പോലീസിന്റെ കൂടെ നിന്നിട്ട് ഇവരെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് മറ്റേ തൃണമൂൽ കോൺഗ്രസ് ആയിട്ടില്ല എന്ന് തോന്നുന്നു, അത്രയ്ക്ക് വളർച്ച സംഭവിച്ചിട്ടില്ല എന്ന് അവരെ തല്ലി തോൽപ്പിച്ചത്. മനസ്സിലായോ? അങ്ങനെ ഇവര് ഭരണമുണ്ടെങ്കിൽ പോലീസും CITയും ഡിവൈഎഫ്ഐയും ഇവരൊക്കെ കൂടിയിട്ടാണ് മറ്റുള്ളവരെ നേരിടുക. ആ നേരിട്ടതിന്റെ ഫലമാണ് പശ്ചിമ ബംഗാളിൽ കണ്ടത്. മനസ്സിലായിട്ടുണ്ടോ? ഇത് തന്നെയാണ് ഇപ്പൊ കേരളത്തിന് സംഭവിക്കുന്നത്. ഇപ്പൊ കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. പശ്ചിമ ബംഗാളില് ബുദ്ധദേവ് ഭട്ടാചാര്യ അദ്ദേഹത്തിന്റെ മകൻ ചെയ്ത തോന്നിയവാസത്തിലാണ് അവിടെ പാർട്ടി തന്നെ ഇല്ലാണ്ട് നശിച്ച് നാരായണക്കാല് കുത്തിപ്പോയത്. ഇവിടെ മരുമകനാണ്. വ്യത്യാസം രണ്ടുള്ളൂ. അവിടെ മകൻ, ഇവിടെ മരുമകൻ. ഇവിടെ ഇതാണ് സംഭവിച്ചത്. യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഈ പോക്ക് പോയാൽ ഈ പാർട്ടിക്ക് ഇവിടെ നിലനിൽപ്പില്ലാവില്ല എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഒരു പുതിയൊരു നരേഷൻ സൃഷ്ടിക്കണം. ആ സൃഷ്ടിക്കലിന്റെ ഭാഗമാണ് ഇന്നത്തെ പൊതുപണിമുടക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ഈ പൊതുപണിമുടക്കിലൂടെ ഞാൻ എന്താ വെല്ലുവിളിച്ച് ചുണ്ടി പറയാം, കേരളത്തിന് ഒരു ഗുണവുമില്ല. ഇനിയിപ്പോ ഈ 25 കോടി തൊഴിലാളികളുടെ സമരം കൊണ്ട് ഇരമ്പി കേന്ദ്രം പറിച്ചു എന്ന് പറഞ്ഞാൽ, അത് പ്രധാനമന്ത്രി നാട് വിട്ട് ചൈനയിൽ അഭയം പ്രാപിച്ചു. അവിടുത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെയും ക്യൂബിന്റെ പ്രസിഡന്റിനെയും വിളിച്ചിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഒന്ന് സമരസം ചെയ്യാൻ പറഞ്ഞിരിക്കണം. സമരസം ചെയ്തിട്ട് ഒന്ന് ഒത്തുതീർപ്പാക്കിയിട്ട് വേണം ആൾക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ. ഇവര് പറയണ ഒരു ഉളുപ്പും നാണവും മാനവും ഉണ്ട് അവർക്ക്. ഉളുപ്പും നാണവും മാനവും. 25 കോടി പേര് സമരത്തിൽ പങ്കെടുക്കും. എവിടെ 25 കോടി? തൊട്ട് വാളയാറ് കഴിഞ്ഞാൽ കളിയാക്കി നമ്മുടെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സാധാരണഗതിയിൽ വാഹനം ഓടുന്നുണ്ട്, തൊഴിലാളികൾ തൊഴിലെടുക്കുന്നുണ്ട്, തൊഴിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ CIT നേതാക്കന്മാർ പണിക്ക് പോയിട്ടില്ല എന്നുള്ളത് സത്യമായിരിക്കും. കാരണം അവിടെ പോയിട്ട് ഇവിടെ സമരം ചെയ്യാൻ പറഞ്ഞ കുണ്ടിയിൽ പഠിപ്പിച്ചല്ലോ അവര്. മനസ്സിലായിട്ടുണ്ടോ? അവിടുത്തെ CIT നേതാക്കന്മാർ അവർ പണി മുടക്കി അവർ മാതൃക കാണിച്ചിട്ടുണ്ടാവും. അവരുടെ വീട്ടിലെ കുട്ടികളുടെ മക്കളുടെ കൂടെ വല്ല ഇന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് നിന്ന് വെച്ച് മീനോ ഇറച്ചിയോ മേടിച്ച് തിന്നിട്ട് വീട്ടിലിരിക്കാന്ന് പറഞ്ഞ് അവര് വീട്ടിലിരിക്കണ്ടാവും പണിക്ക് പോകാണ്ട്. അല്ലാണ്ട് അവിടെ ഒരു രോമം കൊഴിഞ്ഞിട്ടൊന്നുമില്ലേ? ഈ കേരളം വിട്ടിട്ടുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒരു രോമം കൊഴിഞ്ഞിട്ടില്ല. ഇവിടെ കേരളത്തിൽ എന്ത് സംഭവിച്ചു? എത്രയോ കോടി രൂപ റവന്യൂ വരുമാനം ഇല്ലാതാക്കി. മനസ്സിലായിട്ടുണ്ടോ? എങ്ങനെയൊക്കെയോ KSRTC ഒന്ന് പച്ച പിടിച്ച് വരികയാണ്. അതിന്റെ മൂട്ടിൽ മണ്ണെണ്ണ കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി കത്തിക്കേ വേണ്ടുള്ളൂ. ഇപ്പൊ മീനിന്റെ മണ്ണെണ്ണ ഒഴിക്കാൻ പോയാലോ ഒരുത്തൻ എന്താ മണ്ണെണ്ണ ഒഴിക്കുന്ന പറയില്ല, തൂറി വെക്കുന്ന പറയില്ല. അല്ല ഇവരൊക്കെ കാട്ടിക്കൂട്ടിൽ അങ്ങനെയാണ്, തൂറി തോൽപ്പിക്കാന്ന് പറയും. എന്തൊരു ആഭാസമാണ് ഇവർ കാണിക്കുന്നത്. നോക്കി നിങ്ങൾ, എന്തൊരു ആഭാസമാണ്. നമ്മൾ സമരങ്ങളിലൂടെയാണ് പലരും നേടിയെടുത്തിട്ടുള്ളത്. പ്രതിഷേധങ്ങളിലൂടെയാണ് ഞങ്ങൾ പലതും നേടിയെടുത്തിട്ടുള്ളത്. ആ പ്രതിഷേധത്തിന്റെയും ആ സമരങ്ങൾക്കും ഒരു സഹനശക്തി ഉണ്ടായിരുന്നു. ഇന്ന് അതാണോ കാണുന്നത്? നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ഇതിന്റെ ചോട്ടിൽ വന്നിട്ട് എന്ത് വേണമെങ്കിൽ എന്നെ തെറി വിളിച്ചോ, പക്ഷെ സത്യമില്ലാതാകില്ലല്ലോ. ഇന്ന് കാട്ടിക്കൂട്ടിയത് ഒരുത്തരെ പിടിച്ച് അടിച്ചിട്ട് നീ തൊഴിലെടുക്കണ്ടെന്ന് പറഞ്ഞാണോ അത് ശരി? അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഇറാനില് നിങ്ങൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം.
ഇറാനിൽ അവിടുത്തെ ഭരണ നേതാക്കൾക്കെതിരെയും മത നേതാക്കൾക്കെതിരെയും അവിടുത്തെ ജനവികാരം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. പക്ഷെ യുദ്ധം വന്നപ്പോൾ രാജ്യവും അവിടുത്തെ ഭരണകർത്താക്കളും അത് രണ്ട് തട്ടിൽ നിൽക്കുന്ന സമയത്ത് പക്ഷെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രാജ്യത്തിനൊപ്പം നിന്നു അല്ലേ? അതൊരു വികാരമാക്കി മാറ്റിയില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ആ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ പ്രതിഷേധങ്ങൾ ഇരമ്പിയ ഒരു രാജ്യമാണ്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഘോരാകാരമായിട്ടുള്ള സമരങ്ങൾ ചെയ്ത് ഒരുപാട് പേരെ തൂക്കിലേറ്റുക എല്ലാം ചെയ്തിട്ടുള്ളൊരു രാജ്യമാണ് ഇറാൻ. പക്ഷെ ഒരു യുദ്ധം വന്നപ്പോൾ അവരുടെ രാജ്യം ഒറ്റക്കെട്ടായി. അവരുടെ കൂടെ ഭരണം ആരാ ഭരിക്കുന്നത്, അവരുടെ നയം എന്താണെന്ന് ആരും നോക്കിയില്ല, ഒറ്റക്കെട്ടായി നിന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ ഭരണകർത്താക്കള് നമ്മുടെ ഇടയിലുള്ള ആളുകളെ കേന്ദ്രത്തിലെ BJP ചെയ്യും പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന രീതിയിൽ ഭരണത്തിൽ എങ്ങനെയെങ്കിലും കടിച്ചു നോക്കാനുള്ള വഴി എന്തുണ്ടോ എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ അതിനൊരു പുതിയൊരു നരേഷൻ ഇവിടെ സൃഷ്ടിക്കണം. അതാണ് ഈ പണിമുടക്ക്. അല്ലാതെ ഈ പണിമുടക്കിനോട് കേരളത്തിന് ഒരു ഗുണവുമില്ലാന്ന് മാത്രമല്ല എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് കുറെ കാശ് ആ വഴിക്കും പോകും. ഇന്നത്തെ നഷ്ടത്തിന്റെ ഭാരം പൊതുജനങ്ങൾക്കല്ലാതെ ഈ സമരം നടത്തിയവന്മാർക്ക് ഒന്നുമില്ല. കുറെ ഉദ്യോഗസ്ഥന്മാർ ജോലിക്ക് ഹാജരായിട്ടില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ സല്യൂട്ട് ചെയ്യേണ്ട കേട്ടോ. ഏകദേശം 4000 ചില്ലാനം പേര് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നതാണ് അറിവ്. ഇന്ന് 400 ചില്ലാനം പേര് ജോലിക്ക് ഹാജരായിട്ടുണ്ട്. ആൺകുട്ടികളാണ് അവര്. എന്തൊക്കെയാണെങ്കിലും അവർ ആൺകുട്ടികളാണ്. രാജ്യത്തിനോട് സ്നേഹവും കടപ്പാടും കൂറുള്ളവരാണ് അവര്. ബാക്കിയുള്ളവർ കരിങ്കാലികൾ. ജനങ്ങളുടെ നികുതി പണത്തിന്റെ 35% ഈ കഴിവേറുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് നമ്മുടെ സർക്കാർ. നമ്മുടെ നികുതി പണത്തിന്റെ 35% ഈ ബ്യൂറോക്രാസികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇവർക്ക് ശമ്പളം കൊടുക്കാനും പിന്നെ ലെവികൾ കൊടുക്കാനും ഇവർക്ക് അലവൻസ് കൊടുക്കാനും പിന്നെയൊക്കെ 16 കേന്ദ്രത്തെ ചെലവിന് കൊടുക്കാനും പിന്നെയൊക്കെ അസുഖം വന്ന് ചാകാറായി കഴിഞ്ഞാൽ ഇവർക്ക് ചികിത്സ കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മുടെ 35% നമ്മുടെയൊക്കെ നികുതി പണം കൊടുത്തിട്ടാണ് ഇവരുടെ കണ്ണാക്കൽ കുത്തുന്നത്. നിങ്ങളത് ആലോചിക്കണം, ചിന്തിക്കും നിങ്ങൾ. കുറച്ചൊക്കെ മനുഷ്യന്മാര് നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. അത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ജയിപ്പിക്കുക. പക്ഷെ മനസാക്ഷിയുള്ളവനെ ജയിപ്പിക്കുക. മനസാക്ഷിയും സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവനും സമൂഹത്തിനോട് കൂറുള്ളവനും ജയിപ്പിക്കുക. അല്ലാതെ സ്വന്തം പാർട്ടിയും സ്വന്തം കുടുംബവും നന്നാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഏതൊരു നാറിയെയും നമ്മൾ ഇനി ജയിപ്പിക്കരുത്. ഒരു പഞ്ചായത്തിൽ വാർഡിൽ മത്സരിക്കാൻ വന്നവനാണെങ്കിലും അവന്റെ പശ്ചാത്തലം നിങ്ങളൊന്ന് ചിന്തിക്കണം. അല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന വോട്ടുണ്ടല്ലോ, നമ്മൾ 5 വർഷത്തിലൊരിക്കലും നമുക്ക് കിട്ടുന്ന അവകാശത്തിന് ഇവന്റെയൊക്കെ കാൽച്ചോട്ട് കൊണ്ട് പണയം വെക്കുന്നതിന് തുല്യമാവും. മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് ആകുള്ളൊരു അവകാശം അതാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അത് ഏത് നാറിക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടോ? ചെയ്യുകയാണെങ്കിലും മനസാക്ഷിയുള്ളവന് ചെയ്യുക. അതിൽ രാഷ്ട്രീയം നോക്കണ്ട. അത് എന്റെ തീരുമാനത്താ. BJP-കാരനാണോ അവൻ നല്ലവനാണോ അവന് വോട്ട് കൊടുക്ക്. കോൺഗ്രസ്സുകാരനാണോ അവൻ നല്ലവനാണോ അവന് വോട്ട് കൊടുക്ക്. CPM-കാരനാണോ അതിൽ നല്ലവനാണോ മനസാക്ഷിയുള്ളവനാണോ വോട്ട് കൊടുക്ക്. അല്ലാതെ രാഷ്ട്രീയ കൊടി നോക്കിയിട്ട് ഇവരൊന്നും ഈ സമൂഹത്തിന് ഒരു മൈലും നേടിത്തന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം. മനസ്സിലായിട്ടുണ്ടോ? ഒരു ചുക്കും ഇവർ നേടിത്തന്നിട്ടില്ല. ഇവരൊക്കെ പാർട്ടിക്ക് കോടികളുടെ മുതലുണ്ടാക്കി വെച്ചിട്ട് എത്ര പെമ്മക്കളുടെ ഇവർക്ക് കെട്ടിച്ചു കൊടുക്കാൻ? ഈ പാർട്ടി ഇങ്ങനെ കോടിക്കണക്കിന് മുതലിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? എത്ര പെമ്മക്കളുടെ ഇവർ എത്ര പേർക്ക് ദാനം ചെയ്തിട്ടുണ്ട്? ഒരു രക്തസാക്ഷി ഉണ്ടായ പോലെ നാട്ടുകാരെ പിരിവെടുത്തിട്ടാണ് ആ കുടുംബത്തെ കൊണ്ടേ കൊടുക്കുന്നത്. അല്ലാണ്ട് പാർട്ടിന്റെ ഒരു മുതൽ വെച്ചിട്ടൊന്നും ഇവർ കൊണ്ടേ കൊടുക്കണ്ടോ? ഏതെങ്കിലും ഒരു പാർട്ടിന്റെ ഏതെങ്കിലും 4 സെന്റ് വിറ്റിട്ട് കൊണ്ടേ കൊടുത്തിട്ടുണ്ടോ? അപ്പോഴും ജനങ്ങളുടെ നെഞ്ചെത്തിക്കാൻ വരവര്. എന്തിനാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടില്? അത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് ത്രിപുരയിൽ നിന്നൊക്കെ ഇതിനൊക്കെ തൂറി വാരി എറിഞ്ഞത്. മനസ്സിലായോ? ഇനി കേരളത്തിലുണ്ട്, അവശേഷിക്കുന്നുണ്ട്. അതിന് ഏകദേശം മണി കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊട്ടുന്നതിന്റെ തിമിരാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ് ജനങ്ങളെ റോട്ടിലിട്ട് മർദ്ദിക്കുന്നത്. ജനങ്ങളുടെ ഒപ്പം നിന്ന് സമരം ചെയ്യേണ്ട ആളുകളാണ് ജനങ്ങളുടെ നെഞ്ചത്ത് കാലെടുത്ത് വെച്ച് ചവിട്ടുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇതാണോ ജനാധിപത്യം? ഇതാണ് ജനാധിപത്യ പാർട്ടികൾ? ഇതാണോ തൊഴിലാളി പാർട്ടി? ആണോ? തൊഴിൽ ചെയ്തവൻ അവൻ വീടെത്തിയിട്ടില്ല. ഇന്നലെ രാത്രി പോയവൻ ഇന്ന് നേരം വിളിക്കുമ്പോൾ എത്തുമ്പോൾ അവന്റെ നെഞ്ചത്ത് കാല് വെച്ചിട്ട് ഒതുക്കടാ വണ്ടി എന്നാ പറയുന്നത്. എന്നാൽ അവൻ ഇന്നലെ പോയവനാണ്. ഇന്നാണ് ഹർത്താൽ ഉണ്ടായത്. അവൻ എത്തിയിട്ടുള്ളൂ. എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ട് അവൻ ഒതുക്കിക്കോളൂ പറയാനുള്ള മനസാക്ഷി ഇല്ലാത്ത മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന ഈ നപുംസകങ്ങളിലെ തൊഴിലാളികൾ എന്ന് പറയാം, തൊഴിലാളി നേതാക്കന്മാരെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്ക്. ബാംഗ്ലൂരിലേക്ക് സർവീസ് എടുത്തിട്ട് പോയ ഒരു ബസ് ബാംഗ്ലൂർ തലേ ദിവസം പോയ വണ്ടിയാണ്. ആ വണ്ടി തിരിച്ചെത്തിയിട്ടില്ല, അവന്റെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. അപ്പോഴേക്കും തടുത്തിട്ട് നീ ഒതുക്കണ വണ്ടി എന്നും പറഞ്ഞ് അവനെ തല്ലാൻ പോകുന്ന ആ മൃഗത്തിനും മുന്നിലും നിങ്ങൾ ആലോചിച്ച് നോക്കി. വയനാട് ദുരന്തം ഉണ്ടായപ്പോ ഒരു അമ്മയും കുഞ്ഞും രാത്രി പോയി പെട്ടത് ഒരു കാട്ടുകൊമ്പന്റെ മുമ്പില്. നമ്മൾ വീഡിയോ കണ്ട സത്യമാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ കേട്ടപ്പോ ഹൃദയം അലിഞ്ഞു പോയില്ല നമുക്ക്.
ഒരു കാട്ടുകൊമ്പനെ മുമ്പിൽ പോയി നിന്നിട്ട് ഞങ്ങളൊന്നും ചെയ്യേണ്ട, ഞങ്ങൾ വലിയൊരു അപകടത്തിന് രക്ഷപ്പെട്ട് വരികയാണ്, ഞങ്ങളൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആന ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ കുറെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു അല്ലേ? അവർക്കുള്ള മനസാക്ഷി പോലും ഇല്ലാത്ത മൃഗത്തെക്കാൾ നാണിപ്പിക്കുന്ന ഇവരാണ് തൊഴിലാളി നേതാക്കന്മാര്. ഇവരെന്ത് തൊഴിലാളികളുടെ വേദന അറിഞ്ഞിട്ടുണ്ട്? ആ ഓടിച്ചു വന്നവൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ, BMS കാരനായിരിക്കും, INTC കാരനായിരിക്കും, ഇപ്പോൾ AITC കാരനായിരിക്കും, ഏത് രാഷ്ട്രീയ പാർട്ടിന്റെ യൂണിയനിൽപ്പെട്ടവനായിക്കോട്ടെ, അവൻ തൊഴിലാളിയല്ലേ? അപ്പൊ നിങ്ങൾ ആരെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്? തൊഴിലാളികൾ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഒരിക്കലും സ്നേഹിക്കുന്നില്ല. ഇത് കാപ്പട്ടി നിറഞ്ഞ തൊഴിലാളി സ്നേഹമാണ്, കാപ്പട്ടി നിറഞ്ഞ തൊഴിലാളി സ്നേഹമാണ്, കാപ്പട്ടി നിറഞ്ഞ തൊഴിലാളി സ്നേഹമാണ്. എനിക്കിത് എത്രേ പറയാനുള്ളൂ. കാരണം അത് കാപ്പട്ടിയാണ്. ഇവർ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പണിമുടക്കുന്ന പറഞ്ഞാൽ കാപ്പട്ടിയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ആ ദീർഘദൂര സർവീസ് ഓടിച്ചു വന്ന ഡ്രൈവറിനെ അവന്റെ ഡെസ്റ്റിനേഷനിലെത്തി അവൻ വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ എന്ന് ചിന്തിക്കാൻ മനസ്സിലാത്തവൻ തൊഴിലാളി നേതാവാണ്. എങ്ങനെ തൊഴിലാളി നേതാവാൻ? നിങ്ങൾ പറയും, ചിന്തിക്കും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് പറ. നീ പറഞ്ഞ മര്യാദ കേടാണ്, നീ സംസാരിക്കും, ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറ. അപ്പൊ തൊഴിലാളിയല്ലേ? അപ്പൊ KSRTCന്റെ മുതലാളിയല്ലല്ലോ. അവൻ ദീർഘദൂര സർവീസിൽ പോയി തലേ ദിവസം പോയവൻ ഇന്ന് രാവിലെ വീടെത്തുമെന്ന് ഹർത്താലാണ് ഇവിടെ. അവനെന്ത് ചെയ്യണം? അവന് വീട്ടിൽ പോണ്ടേ? റോഡിൽ വണ്ടിയിട്ട് റോഡ് കിടന്നുറങ്ങാൻ പറ്റുമോ? റോഡിൽ ഓട്ടോറിക്ഷക്കാർ കിടന്നുറങ്ങിയപ്പോൾ നീ ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്, എനിക്ക് വേറെ തലവിടെ കിടന്നുറങ്ങാൻ. ഇത് രണ്ടുപേര് തന്നെയാണ് ചോദിക്കുന്നത്. ഓട്ടോറിക്ഷക്കാർ നീ ഓടുന്നില്ല, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നീ രണ്ടെണ്ണം വിട്ടിട്ടുണ്ടെങ്കിൽ ശരി, ഇപ്പൊ വേറെ വല്ല വലിച്ചിട്ടുണ്ടെങ്കിൽ ശരി, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കിടന്നുറങ്ങട്ടെ, അവിടെ കിടന്നുറങ്ങി. ഇപ്പൊ അവന്റെ രംഗത്ത് പോലും നിയന്ത്രണം അവിടെ കിടന്നുറങ്ങണം ചോദിച്ചു. ഒരു ബസ്സുകാരൻ ദീർഘദൂര സർവീസ് നടത്തിയിട്ട് വന്നവൻ അവനെ ഒതുക്കിയിട്ട് അവർ റോഡിൽ കിടന്നുറങ്ങണം. അപ്പൊ ഇവന്മാരുടെ നയം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇവരാണ് തൊഴിലാളികളെ സ്നേഹിക്കുന്നവര് ആണോ? അപ്പോ ഇവർക്ക് രാഷ്ട്രീയത്തിന്റെ കൊടിയുടെ ഏത് കൊടിയുടെ കീഴിൽ നിൽക്കുന്നവനാണോ അവനെ തൊഴിലാളിയായിട്ടും വേറെ രാഷ്ട്രീയ പാർട്ടിന്റെ കൊടിന്റെ കീഴിൽ നിൽക്കുന്നവനെ തൊഴിലാളിയായിട്ട് കാണാനുള്ള മനസ്സില്ലാത്തവൻ ഇവനൊന്നും ഒരിക്കലും തൊഴിലാളി നേതാവല്ലെന്നേ. ഇവൻ ഗുണ്ട, തെരുവ് ഗുണ്ട. മനസ്സിലായിട്ടുണ്ടോ? ഇതിനങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന കൊട്ടേഷൻ, ഇന്നത്തെ ഒരു ദിവസം കൊട്ടേഷൻ എടുത്തിട്ടുള്ള ഒരു തെരുവ് ഗുണ്ട. അല്ലാണ്ട് അവൻ മനസാക്ഷിയുള്ളവനാണോ? മനസാക്ഷിയുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? ആ ദീർഘദൂര സർവീസിൽ പോയിട്ട് വരുന്ന ഡ്രൈവർ ഇന്നലെ പോയത് രാത്രി ഉറക്കൊഴിച്ച് വരുന്നവനാണ്. അവന്റെ ഡിപ്പോയിൽ കൊണ്ട് നിർത്തിയിട്ട് അവൻ കിടന്നിറങ്ങിക്കോട്ടെ, നീ വീട്ടിൽ പൊയ്ക്കോട്ടെ, ശരി നീ പൊയ്ക്കോ എന്ന് പറയേണ്ടതിന് പകരം നീ ഒതുക്കണ വണ്ടി എന്ന് പറഞ്ഞിട്ട് നടുറോഡിൽ വണ്ടി ഒതുക്കിക്കുക. അപ്പൊ അവൻ ബസ്സിന്റെ ഉള്ളിൽ കിടന്നുറങ്ങണം അല്ലേ? അവൻ ബസ്സിന്റെ ഉള്ളിൽ കിടന്നുറങ്ങണം. റോഡ് സൈഡിൽ കിടന്ന് ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങണവന്റെ അടുത്ത് പോയി ചോദിക്കുന്നത് നീ എന്തിനാണ് ഇവിടെ കിടന്നുറങ്ങണമെന്ന്, എനിക്ക് വേറെ എവിടെയും ഇവിടെ കിടന്നുറങ്ങാൻ സ്ഥലം. അപ്പൊ ഇവന്മാരുടെ നയം എന്താണ്? അപ്പൊ ഇവര് തൊഴിലാളി നേതാവാണോ? ഇത് രണ്ടും തൊഴിലാളികളാട്ടോ. ഒന്ന് MA യൂസഫ് അലിയും ഒന്ന് മറ്റേ രവി പിള്ളയല്ല. KSRTC ഓടിച്ചു വന്ന് രവി പിള്ളയും ഓട്ടോറിക്ഷയിൽ കിടന്ന MA യൂസഫ് അലിയും അല്ല. രണ്ട് തൊഴിലാളികളാണ്. ഈ തൊഴിലാളിയുടെ നെഞ്ചത്താണ് ഇവന്മാർ കയറി നിന്നുകൊണ്ട് പറയുന്നത് ഞങ്ങൾ തൊഴിലാളി നേതാക്കന്മാരാന്ന് പറയുന്നത്. ആഭാസ തരുന്നല്ലാണ് എന്താ പറയുന്നതിന്? ഇതിനെ അനുകൂലിക്കാൻ കുറെ ആളുകൾ. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചോട്ടോ, ഇന്നത്തെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഓൺലൈൻ ചാനലുകളിൽ കമന്റുകൾ ഞാൻ കുറേ ഇരുന്ന് വായിച്ചു. ഒരു കമന്റ് പോലും ഈ സമരം നടത്തിയവർക്ക് വേണ്ടിയിട്ടോ പണിമുടക്ക് നടത്തിയവർക്ക് അനുകൂലമായിട്ടോ ഒരു കമന്റ് കണ്ടിട്ടില്ല. എല്ലാവരും തുപ്പാണ്, പ്രതിഷേധിക്കുകയാണ്. ഇവര് ഈ പണിമുടക്ക് നടത്തിയതേ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ അറിയോ? ഇത് കേരളത്തിലെ അവസാനത്തെ പണിമുടക്കുമായിരിക്കും, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരിക്കും. അത് യാതൊരു സംശയം വേണ്ട. കേരളത്തിലെ ജനങ്ങൾ അമ്മാതിരി വെറുത്തിട്ടുണ്ട്. സമരങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കണം. ഒരു സമരം നടന്നു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസത്തെ പുലരിയുണ്ടല്ലോ, പൊൻപുലരിയായിരിക്കണം. അവരുടെ മനസ്സിൽ സന്തോഷം വളർന്നതായിരിക്കണം. ഇത് ഇന്ന് സമരം നടത്തി നാളെ രാവിലെ നടത്തിയിട്ട് സമരക്കാരെ കാണുന്ന സമയത്ത് രാവിലെ തുപ്പാൻ മാറുന്ന വൈകുന്നേരം തുപ്പുന്ന രീതിയിലേക്കുള്ള സമരങ്ങളായി മാറുകയാണ് ഇപ്പോൾ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തിയാലും നമുക്ക് ഹർത്താലുകൾ വേണ്ട, ബന്ദ് വേണ്ട, ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിക്കുന്ന ഒന്നും നമ്മുടെ നാട്ടിൽ വേണ്ട. അല്ലാതെ പ്രതിഷേധിക്കാൻ എത്ര മാർഗമുണ്ട്? നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് ഈ ഞാഞ്ഞൂടുകൾക്കൊക്കെ തിളയ്ക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തില്ല അദ്ദേഹം ഈ വക തോന്നിവാസം ചെയ്തിട്ടില്ല. ഒരു ബ്രിട്ടീഷുകാരൻ നെഞ്ചത്തും കാലെടുത്ത് വെച്ചിട്ടില്ല, ഒരു ബ്രിട്ടീഷുകാരനെയും വെടിവെച്ച് വന്നിട്ടില്ല, ഒരു ബ്രിട്ടീഷുകാരനെ കോളറിൽ പോയി പിടിച്ചിട്ടില്ല. അദ്ദേഹം സഹനത്തിലൂടെ സമാധാനത്തിലൂടെ നേടിയെടുത്ത് തന്നാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് നീയൊക്കെ ഞകളിക്കുന്നത്, ഞാഞ്ഞൂട് ഞകളിക്കും പോലെ. മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെയല്ല സമരങ്ങൾ ചെയ്യേണ്ടത്. സ്വന്തം ജനതയെ, സ്വന്തം പ്രജകളുടെ, സ്വന്തം കൂട്ടുകാരെ, സ്വന്തം നാട്ടുകാരെ നെഞ്ചത്ത് കാലെടുത്ത് വെച്ചിട്ടല്ല തൊഴിലാളി സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അത് പ്രകടിപ്പിക്കേണ്ടത് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മാതൃകയിലൂടെയാണ്. മനസ്സിലായിട്ട്? നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അത് മാതൃകയിലൂടെ ആയിരിക്കണം. അല്ലാതെ 10 പേരെ കൂടി വന്ന് ഒരുത്തരെ തല്ലുന്ന ആണത്തൊന്നുമല്ല. അത് ആണത്തൊന്നുമല്ല. കഴുതപ്പുലികൾ കണ്ടിട്ടുണ്ടോ കാട്ടില്? കഴുതപ്പുലികള് വിവരമില്ല അതുകൾക്ക്. അതുകൾക്ക് ഒന്നേ അറിയുള്ളൂ, ആരെങ്കിലും വേട്ടയാടി ഇതിനെ പിടിച്ച് തിന്നും. ആരെങ്കിലും വേട്ടയാടും, തെണ്ടിക്കില്ല, സമ്പാദിക്കില്ല, പണിയെടുക്കില്ല. ഈ കഴുതപ്പുലികളുടെ ഒരു സ്വഭാവം, അവർ പണിയെടുക്കില്ല. അവരിങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ നടക്കും, ആരെയൊക്കെ കടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, യൂട്യൂബ് എടുത്ത് കുത്തി നോക്കി. ഞാൻ പറഞ്ഞ തമാശയാണ്. ഈ കഴുതപ്പുലിയുടെ സ്വഭാവം ഇങ്ങനെ കൂട്ടം കൂടി വണ്ടി നിലവിളിച്ചോണ്ട് നടക്കും. ഹൈന എന്നൊക്കെ പറയാൻ എന്തൊക്കെ വേറെ പേരുണ്ട്.
അവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിംഹമോ പുലിയോ ഏതെങ്കിലും വേട്ടയടിച്ചിട്ട് പറഞ്ഞാൽ ഇവരൊക്കെ കൂടി പോയിട്ട് അതിനെ കൊണ്ട് ആക്രമിച്ചിട്ട് അതിനെ പിടിച്ച് തിന്നുക. ആ ഒരു വർഗമായി മാറുകയാണ് ഇപ്പൊ ഇവര്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് കാണുന്നത് ഇപ്പൊ. ഇത്ര കഷ്ടം എന്നുള്ള ആലോചിച്ച് നോക്ക്. പണ്ട് AKG, EMS, അഴിക്കോടൻ, അതുപോലെ നമ്മുടെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 പാർട്ടി പിളർന്നു. ഡാങ്കെ ഒരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ആ പ്രമേയത്തിനെതിരായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കള്ളക്കത്തും കൊണ്ട്, ഇങ്ങനെ തന്നെ പറയുന്നത്, കള്ളക്കത്തും കൊണ്ട്, വ്യാജക്കത്തും കൊണ്ട് ഇവർ വേദി വിട്ടിറങ്ങിയിട്ടുള്ള 32 പേരിൽ അവസാനം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ. അവരുടെയൊക്കെ കാലത്ത് അവരെന്തായിക്കോട്ടെ, അവരെങ്ങനെയോ പാർട്ടി വിഭജിച്ചു, അവർ വന്ന് CPM എന്നുള്ള പാർട്ടി ഉണ്ടാക്കി. ആദ്യം പോയി പത്രം പിടിച്ചെടുത്തു, ദേശാഭിമാനി പത്രം പിടിച്ചെടുത്തു, പാർട്ടി ഓഫീസ് പിടിച്ചെടുത്തു. അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാം അവരുടെ പാർട്ടിന്റെ അധീനതയിൽ കൊണ്ടുവന്നു. അവരുടെ കാലത്തുണ്ടായ സമരങ്ങൾ എന്ന് പറയുന്നത് സമരങ്ങളായിരുന്നു. അന്ന് ജനങ്ങൾ അണിനിരക്കും. നേതാക്കന്മാരെ കണ്ടു കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, ഒരു സ്നേഹം ഉണ്ടായിരുന്നു, ഒരു ആദരവുണ്ടായിരുന്നു. അവരിന്ന് ഇതുപോലെ ആക്രമിക്കാൻ പോയിട്ടില്ല, കൊന്നക്കി പിടിച്ചിട്ടില്ല, ഉറങ്ങുന്നവന്റെ നാവിക്ക് തൊഴിച്ചിട്ടില്ല, മീൻ കടയിൽ പോയി മണ്ണെണ്ണ ഒഴിക്കാൻ പോയിട്ടില്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസിൽ പോയിട്ട് റൂമിൽ കയറി തല്ലാൻ പോയിട്ടില്ല. അവർ പോയി പറയും എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എന്റെ ഓർമ്മ വെച്ച കാലത്ത് എന്റെ നാട്ടിലുള്ള പഴയ നേതാക്കന്മാരുണ്ട്. ഞാൻ എന്റെ പഞ്ചായത്തിൽ ഇപ്പോഴും ആദരിക്കുന്ന ഒരു നേതാവാണ് ഞങ്ങൾ ചെല്ലാട്ടന്റെ കാലത്ത്. അവരൊക്കെ ചെല്ലാട്ടൻ, AKS, അപ്പോട്ടൻ, ഇവരൊക്കെ സമാധാനത്തിന്റെ ആൾക്കാരാണ്. അവർ പ്രതികരിക്കേണ്ട സമയത്ത് നന്നായിട്ട് പ്രതികരിച്ചു. എന്നാൽ എന്റെ നാട്ടിലുള്ള നേതാക്കന്മാർ ബാക്കിയുള്ളവർ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിന് അവരെയൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും ആളുകൾ കൂടും. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം, അതാണ് തൊഴിലാളി നേതാക്കന്മാർ. അവരെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അവരോടൊക്കെ പോകുന്ന സമയത്ത്, ഞാനൊക്കെ പാർട്ടി നടക്കുമ്പോൾ അവരോട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു യോഗത്തിന്റെ കാര്യം പറയാൻ വേണ്ടി പാടത്തിന്റെ അരികത്തേക്ക് പോകുമ്പോഴേക്കും അപ്പോട്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇങ്ങനെ വന്ന് കൂടി അടുത്തുനിന്ന് സംസാരിക്കും. അവരെ കാണുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. കാരണം അവർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാണെങ്കിലും മനസ്സലിവുള്ളവരാണ്, മനസ്സാക്ഷിയുള്ളവരാണ്. മനസ്സിലായിട്ടുണ്ടോ? ചെല്ലാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുതൽ വിറ്റിട്ട് പാർട്ടി പ്രവർത്തനം നടത്തിയ ആളാണ്. എത്ര കാലം ഇപ്പൊ ഞാൻ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിനൊക്കെ ഞങ്ങളുടെ അടുത്ത പാർട്ടി സഹകൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മളത് കാണാറുണ്ട്. അഭിമാനമാണ് അവരിനൊക്കെ. അവരുടെ പേര് പറയാൻ തന്നെ അഭിമാനമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവരൊക്കെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ആളുകളാണ്, ജനഹൃദയങ്ങളിൽ. അതുപോലുള്ള നേതാക്കന്മാരുണ്ടാവണം. അപ്പൊ ഈ പാർട്ടി ഒരിക്കലും നശിക്കില്ല. ഒന്നില്ലെങ്കിൽ തന്തയുടെ പേര് കളയാൻ ഒരു മകനുണ്ടാവും. ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ആ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേതാക്കന്മാരെ കുറ്റം പറയാൻ, പഴയ നേതാക്കന്മാരെ ഒരിക്കലും കുറ്റം പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം അവർക്ക് നല്ല നേതാക്കന്മാർ. അപ്പൊ ഇപ്പോ പല നേതാക്കന്മാരുടെ മക്കളാണ് പാർട്ടിയിൽ വന്നിട്ട്, അല്ലെങ്കിൽ അവരുടെ പിന്തുടർച്ചാവകാശക്കാരാണ് പാർട്ടിയിൽ വന്നിട്ട് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത്. എന്തിന്? കേരളം കണ്ട ഏറ്റവും നല്ല നേതാവ് തന്നെയാണ് പിണറായി വിജയൻ. അതിൽ യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. അംഗീകരിക്കേണ്ട വിഷയമാണ്. ഇരട്ടച്ചങ്കം എന്ന് പറഞ്ഞാൽ ആണ് അദ്ദേഹം മുഖം നോക്കാതെ നടപടി. പക്ഷെ അദ്ദേഹത്തിന് എവിടെയോ കാലം അറിയുന്ന അറിയാമോ? ഈ മുഹമ്മദ് റിയാസ് മരുമകനായിട്ട് വന്ന ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? മുഹമ്മദ് റിയാസിന്റെ വരവോട് കൂടിയിട്ടാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു തുടങ്ങിയത്. അത് പാർട്ടിക്കുള്ളിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. പക്ഷെ ആരും പറയില്ല. ഈ പാർട്ടിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, പുറത്ത് പരസ്യമായിട്ട് പറയാൻ പാടില്ല. ഇതിൽ പിന്നെ ഈ പാർട്ടിയിൽ രാജിവെക്കുക എന്നുള്ളൊരു സമ്പ്രദായമില്ലല്ലോ, പുറത്താക്കലാണ്. മനസ്സിലായിട്ടുണ്ട്? രാജിവെച്ച് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എന്ന് പറയാൻ പാടില്ല. ഇല്ല, അങ്ങനത്തെ സമ്പ്രദായമില്ല, പുറത്താക്കൽ. അത് ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മൊത്തം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ലോകത്ത് എവിടെ ഈ പണ്ടാരം ഇല്ലാണ്ടായത്. മനസ്സിലായി? അതിനകത്ത് ഇവിടെ ജനാധിപത്യം ഉള്ളത്. എങ്ങനെ ജനാധിപത്യം? എങ്ങനെയാ ജനാധിപത്യം? വിമർശനം, ചർച്ചകൾ, സംവാദങ്ങൾ, ഇതിൽ നിന്നും ഉണ്ടാകുന്നതാണല്ലോ ജനാധിപത്യം, അല്ലേ? വിമർശനം, സംവാദങ്ങൾ, ചർച്ചകൾ, ചർച്ചയ്ക്കുള്ള പരിഹാരങ്ങൾ, ഇതാണ് ജനാധിപത്യം, അല്ലേ? ഞാൻ ഇതിൽ നിന്നും ഒഴിവായി പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതിലെവിടെയാണ് ജനാധിപത്യം? പറയൂ, ഇതിലെവിടെയാണ് ജനാധിപത്യം? ഞാൻ ഇതിനെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറില്ല, ഞാൻ രേഖാമൂലം ഞാൻ ഇതിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറയുന്നതിൽ എവിടെയാണ് അതിൽ നിന്ന് എവിടെ ജനാധിപത്യം? അങ്ങനെ കൊത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പറയും തലേദിവസം തന്നെ ഞാൻ ഇയാളെ പുറത്താക്കിയത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ ഇങ്ങനെയല്ല ആവേണ്ടത്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, പഴയകാല സഖാക്കളുള്ള രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എങ്കിൽ ഈ പാർട്ടി നശിക്കില്ല. പക്ഷെ ഇന്ന് ഈ പാർട്ടി നശിച്ചു. എന്താ കാരണം? കുടുംബാധിപത്യവും അതുപോലെ ധനസമാഹരണ മാർഗം, പാർലമെന്ററി മോഹം, ഇതെല്ലാം ബാധിച്ച ഒരു കൂട്ടം ആളുകളുടെ ഒരു കേന്ദ്രമായി മാറി ഈ ഇടതുപക്ഷം എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ഇനി ഭാവി എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.